ബി.ജെ.പി. നേതാവ് ശോഭാ സുരേന്ദ്രന് 10 ലക്ഷം രൂപ നൽകിയ രേഖകൾ പുറത്തുവിട്ട വിവാദ വ്യവസായി ടി.ജി. നന്ദകുമാർ പണം വാങ്ങിയെന്ന് ശോഭാ സുരേന്ദ്രൻ സമ്മതിച്ചു. അനിൽ ആന്റണിക്കെതിരെയുള്ള ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പുറത്തുവിട്ട രേഖകളിൽ ഉൾപ്പെടുന്നുണ്ട്. എന്റെ ഇന്ന് ബി.ജെ.പിയുടെ ഒരു ക്രൗഡ് പുള്ളർ കാൻഡിഡേറ്റ് 10 ലക്ഷം രൂപ മേടിച്ചിട്ട് മടക്കി തന്നിട്ടില്ലെന്ന് അതിന്റെ കോപ്പി. ബി.ജെ.പിയുടെ തീപ്പൊരി നേതാവും സ്ഥാനാർത്ഥിയും എന്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ മേടിച്ചതിന്റെ അക്കൗണ്ട് വഴി ശോഭാ സുരേന്ദ്രന്റെ അക്കൗണ്ട് പേര് ശോഭന സുരേന്ദ്രൻ എന്നാണ്. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? സസ്പെൻസ് നിലനിർത്തി വാർത്താ സമ്മേളനം. പണം അത്യാവശ്യമെന്ന് പറഞ്ഞ് ശോഭാ സുരേന്ദ്രൻ നേരിട്ട് വിളിച്ചുവെന്ന് നന്ദകുമാർ. 10 ലക്ഷം രൂപ നൽകിയതിന്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് അടക്കം പുറത്തുവിട്ടു. അതേസമയം പണം വാങ്ങുന്നത് സ്ഥലമിടപാടുമായി ബന്ധപ്പെട്ടാണെന്ന് വിശദീകരിച്ച് ശോഭാ സുരേന്ദ്രൻ രംഗത്തെത്തി. തൃശൂരിലെ ഗോവിന്ദൻ മാഷയുടെ യാത്ര വരുന്ന ദിവസം ശോഭാ സുരേന്ദ്രന്റെ മുറിയിൽ ഞാൻ അരമണിക്കൂർ ആ മുറിക്കകത്തിരുന്നപ്പോ ഏത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് ശോഭാ സുരേന്ദ്രനെ കാണാൻ വന്നത്? എന്നാൽ ഈ പറയുന്ന CPM നേതാവ് ശോഭാ സുരേന്ദ്രന്റെ വെറും സൃഷ്ടിയാണെന്നും പറ്റുമെങ്കിൽ അവരത് തെളിയിക്കട്ടെ എന്നുമാണ് ടി.ജി. നന്ദകുമാർ പറയുന്നത്. പണം വാങ്ങിയതിന് സ്ഥലമിടപാടിനും അപ്പുറത്തേക്ക് പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ പദവി അടക്കം സ്ഥാനങ്ങൾ നേടിയെടുക്കാനെന്നും ആരോപണം. എനിക്ക് ഈ 10 കൂടി കിട്ടിയാൽ ഞാൻ അതെല്ലാം തികച്ച് ഡൽഹി യാത്ര നടത്തിയാൽ എനിക്കൊരു പോസ്റ്റ് അപേക്ഷിച്ച് പണം കൊടുത്താണോ അവിടെ തസ്തിക കിട്ടണേന്ന് ചോദിച്ചു. അത് വെളിപ്പെടുത്തിയില്ലെങ്കിൽ പോലും എന്തൊക്കെയോ നീക്കുപോക്ക് നടത്താനാണ് ഈ പണം കൊടുക്കുക. ആ പണം പോയി. 1 രൂപ നഷ്ടപ്പെട്ടു. 1 കോടി രൂപ. അനിൽ ആന്റണി തന്നെ ബന്ധപ്പെട്ട ഫോൺ നമ്പറുകൾ അടക്കം രേഖകൾ നന്ദകുമാർ എന്ന് പുറത്തുവിട്ടിരുന്നു. കേരളത്തിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥികൾക്ക് നൽകാൻ കൊടുത്തയച്ച 100 കോടി രൂപ ഡീലർ വിദേശത്തേക്ക് കടത്തിയതുകൊണ്ടാണ് തനിക്ക് ശോഭ പണം തിരികെ നൽകാതിരുന്നത് എന്നും നന്ദകുമാർ പറയുന്നു. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.